മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്നും അതിനായി പ്രയത്നിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട് ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമാകുന്ന, സാക്ഷ്യം വഹിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. മനുഷ്യർക്ക് അമൂല്യമായി കരുതാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, ഏതൊരു നാട്ടിലെയും ജനം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. സ്വാതന്ത്ര്യമില്ലായ്മ, അതിൻ്റെ തിക്തതകളും കെടുതികളും വിവരണാതീതമായ കഷ്ടപ്പാടുകളും സഹിച്ച ഒരു ദീനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഒരു നിവർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ദീർഘശ്വാസം വിട്ട ഒരു സന്ദർഭം ബദർ യുദ്ധത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രകാരന്മാരിൽ മിക്കവരും ഒന്നാമത് അതിനു മുൻപൊരു സമരമുണ്ട്, ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു ബദർ എന്ന് വിവക്ഷിച്ചവരും രേഖപ്പെടുത്തിയവരുമാണ്. അത് ഒരു നാടിൻ്റെയും അവിടെ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. ആദർശപരമായിരുന്നു അതിൻ്റെ മുഖ്യ ഘടകം. അതിൽ ജീവൻ ഹനിക്കപ്പെട്ടവരെല്ലാം രക്തസാക്ഷികളാണെന്നും ആ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നിത്യജീവൻ നൽകിയാണ് അവരെ അള്ളാഹു ആദരിക്കുന്നത് എന്നും, അങ്ങനെ അവരുടെ സവിശേഷതകൾ പിന്നീട് സൂറത്തുൽ ബഖറയിലും മറ്റും ഖുർആൻ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഇടപെട്ടിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് മരിച്ചുപോയവർ എന്ന് നിങ്ങൾ കരുതരുത്, അവർ എന്നെന്നും അള്ളാഹുവിങ്കൽ സജീവരായിരിക്കും എന്ന് വിശ്വാസികളെയും മനുഷ്യകുലത്തെയും അള്ളാഹു അറിയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് രക്തസാക്ഷികൾക്ക് മരണമില്ല എന്ന് പറയാൻ കാരണം. ഒരു സ്വാതന്ത്ര്യം അത് അതിൻ്റെ അത്യാസന്നതയുടെ അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് അത് എങ്ങനെയും നേടിയെടുക്കണം എന്ന ചിന്ത മനുഷ്യരിൽ വർദ്ധിക്കുക. വിവിധ രൂപത്തിലാണ് അത് ഉരുവം കൊണ്ടിട്ടുള്ളത്, സ്വാതന്ത്ര്യ ചിന്ത നമ്മുടെ നാട്ടിൽ. ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ലോക പ്രസിദ്ധനായ ഒരു ഇമാം ഗസാലി അലൈഹി റഹ്മയാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്ത് ലഭ്യമാണ്.
ഒട്ടുമിക്ക ഇസ്ലാമിക കലാലയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പലതും പാഠ്യവിഷയവുമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വീക്ഷണമുണ്ട്, ജീവിത വീക്ഷണം. അത് എക്കാലവും എല്ലാ രാജ്യത്തും വീണ്ടും വീണ്ടും ആലോചിക്കൽ സാങ്കത്യമാകുന്ന ഒരു ദിവസവും ഇന്ന് തന്നെയാണ്. 5 തത്വങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു മനുഷ്യരുടെ മുൻപിൽ. അതിലൊന്ന് ഹിഫ്ളുദ്ദീൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. ആദർശ സംരക്ഷണം. ആദർശ സംരക്ഷണം എന്നതിൽ കുറെ വിശദീകരണവും നൽകുന്നുണ്ട്. മതം ഉള്ളവർ, ഇല്ലാത്തവർ, വിശ്വാസം സ്വീകരിച്ച് മതനിഷ്ഠ അംഗീകരിക്കുന്ന ജനങ്ങൾ, അല്ലാത്ത ആളുകളും, അവിശ്വാസം മാത്രമല്ല നിഷേധവും പരിഹാസവും ഒക്കെ കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരും ഒരുപോലെ ഒരു രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഹിഫ്ളുദ്ദീനിന്റെ ഇസ്ലാമിക മാനം. ഇത് 5-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാം മാത്രം ഒരു നാട്ടിൽ അവശേഷിക്കണമെന്നോ നിലനിൽക്കണമെന്നോ അല്ല. ആദർശം എന്നത് മനുഷ്യരെ സംബന്ധിച്ച് അവന്റെ ജീവവായു പോലെ അവനോടുള്ളതാണ്. അത് ഏതൊരു ആദർശമാണോ ആ ആദർശത്തിന് അടിസ്ഥാനത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അതിൽ മതം ഉണ്ടായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. 2, അതിൻ്റെ അനുബന്ധത്തിലാണ് ഒന്നാമത് പറഞ്ഞതിൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്നു, മതസ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു. ഇത് രണ്ടുമാണ് അദ്ദേഹം വിവരിച്ചത്. അത് രണ്ടും നിലനിൽക്കണം. അവ രണ്ടും ആക്രമിക്കപ്പെടരുത്, തകർക്കുകയും ചെയ്യാൻ പാടില്ല. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഏതൊരു ലോകത്തും രാജ്യത്തും അക്രമ ഭീഷണി നേരിടുന്നത് എപ്പോഴും ആദർശ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരാ കേന്ദ്രങ്ങളിലാണ്. ചെറിയ ശാഖാ ഓഫീസ് വരെ അതിനകത്ത് വരും. ആരാധനാലയങ്ങളും അതുപോലെ തന്നെയാണ്. അത് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും അക്രമവിധേയമാകുന്നത് അവിടെയാണ്. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ചിന്തിക്കാവുന്നതാണ്. അത് സുരക്ഷിതമായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്. ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ. നിങ്ങൾ ഒരാദർശത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അവനോട് മാത്രം പ്രാർത്ഥനകൾ നിർവഹിച്ച് അതിനനുസൃതമായ ആചാരങ്ങൾ ഉൾക്കൊണ്ട് അനുഷ്ഠിച്ചു പോരുന്നവരാണ് മുസ്ലിമുകളായ നിങ്ങൾ. ഈ ആചാരത്തിനും അനുഷ്ഠാനത്തിനും വിശ്വാസത്തിനും എതിരായിട്ട് കുടികൊള്ളുന്നവരുണ്ട്. അതാണ് മറ്റു മതങ്ങൾ. അതുകൊണ്ട് അവരുടെ ആരാധ്യരെ നിങ്ങൾ ശകാരിക്കുക, കുറ്റപ്പെടുത്തുക, ഭത്സിക്കുക, പരിഹസിക്കുക, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യരെ ഒന്നും നിങ്ങൾ ചീത്ത വിളിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യഥാർത്ഥ ഈശ്വരൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ അള്ളാഹു, ആ അള്ളാഹുവിനെ അവരും ചീത്ത വിളിക്കും. അപ്പൊ ഏതൊരു കാര്യത്തിനും എതിരഭിപ്രായം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനൊരു ഇടം നൽകരുത്. നൽകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല.
ലൗലാ ദഫഉല്ലാഹിന്നാസ ബഅ്ലഹും ബിബഅ്ലിൻ ഹുദ്ദിമത്ത് ബിഹി സവാമിഉ വബിയഉൻ വസലാത്തുൻ വമസാജിദു യുദ്കറു ഫീ ഇസ്മുല്ലാഹി കതീറ. അവിടെ ആരാധനാലയങ്ങളെ എല്ലാം പേരെടുത്തു പറഞ്ഞു ഖുർആൻ. അത് മനുഷ്യർ അന്യോന്യം ശ്രദ്ധാപൂർവം സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രധാനമായും വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഭരണഘടന അംഗീകരിക്കുന്ന 22 ഭാഷകളുണ്ട്. 1600-നടുത്ത് ഉപഭാഷകളുണ്ട്, സംസാര ഭാഷകൾ. ഈ ഓരോ ഭാഷയും ഒരു ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു പ്രദേശത്തെ, ഒരു സമുദായത്തെ, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അവരുടെ സംസാര ഭാഷയാണ്. ഇപ്പൊ മഹൽ ഭാഷ എന്ന് പറഞ്ഞാൽ ദ്വീപ് സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുക. അപ്പൊ ഭാഷാപരമായി ജനങ്ങൾ വ്യത്യസ്തരാണ്. ചില ഭാഷകൾ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നതുണ്ട്. ഓരോ നാട്ടിലും വ്യത്യസ്തമായ ഭാഷയും സംസാര ശൈലിയും ഉണ്ട് എന്നർത്ഥം. നമ്മുടെ ഈ വലിയ മഹത്തായ രാജ്യത്ത് 20-ലധികം ഔദ്യോഗിക സ്വഭാവമുള്ള വലിയ ജനപിന്തുണയുള്ള മതങ്ങളുണ്ട്. ഏതാണ്ട് 1000-ലധികം ഉപമതങ്ങളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. ഇവർക്കെല്ലാം അവരുടെയൊക്കെ സ്ഥിരാകേന്ദ്രമായി വർത്തിക്കുന്നത് അവരുടെ ആരാധനാലയങ്ങളോ മതസ്ഥാപനങ്ങളോ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധ്യരും വ്യത്യസ്തരായിരിക്കും. ആരാധനാ രീതി വ്യത്യസ്തമാണ്, ആചാര രീതി വ്യത്യസ്തമാണ്, ഉപചാരക്രമങ്ങൾ വിഭിന്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ആക്ഷേപത്തിന് കാരണമായി എടുത്തുദ്ധരിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. പരിഹസിക്കുക എന്നതിലുപരി നർമ്മത്തോടുകൂടി ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കലയാണ് മിമിക്രി. നമ്മുടെ മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസ്ലിയാരും ജീവിച്ച കേരളത്തിലെ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നർമ്മത്തിൽ പൊതിഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല, ഒരു കൊല്ലമൊക്കെ ചിന്തിച്ചാലും ആവർത്തിച്ച് ചിരിക്കാൻ വക നൽകുന്നതായിരിക്കും. അതിൽ കാര്യവും ഉണ്ടാവും. അതിൽ മറ്റൊരു ക്രമമാണ് ബഷീർ എഴുതിയ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ. അതൊക്കെ നിങ്ങൾ വേറെ വായിക്കേണ്ടതാണ്. അപ്പൊ അത്രയും വ്യത്യസ്തതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആക്ഷേപഹാസ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇൻസൾട്ട് ചെയ്യുന്നതിനും ഭാഷാ ഭിന്നതകളോ മതഭിന്നതകളോ ആചാര ഭിന്നതകളോ ഉപചാര വിഭിന്നതകളോ ഒന്നും നിങ്ങൾ എടുത്തുദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് കലാപം ഉണ്ടാകുക എന്നർത്ഥം. അപ്പൊ ഒന്നാമതായി ഇമാം ഗസാലി ചൂണ്ടിക്കാണിച്ചത് ഹിഫ്ദുദ്ദീനാണ്. ആദർശ സംരക്ഷണം, മതസംരക്ഷണം എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അപ്പൊ ഖുർആൻ പറഞ്ഞത് അള്ളാഹു ഇത് ഇവിടെ നിലനിർത്തുന്നത്, മനുഷ്യവംശത്തെ തന്നെ നിലനിർത്തുന്നത് പാരസ്പര്യതയിലാണ്. മനുഷ്യർ എന്നതാണ് അതിൻ്റെ ഏക ഘടകം. അവരാണ് ആദരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് അവർ കൊണ്ടു നടക്കണം മതമൊക്കെ രംഗത്ത് വരിക. അപ്പം മനുഷ്യരാണ് ഇവിടെ ഈ ഭൂതലത്തിൽ ഏകകമായി വർത്തിക്കേണ്ട, സാഹോദര്യം നിലനിർത്തേണ്ട, സ്നേഹബന്ധം സ്ഥാപിക്കേണ്ട, സഹകരണാടിസ്ഥാനത്തിൽ നിർഭയത്വം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരേ ഒരു വിഭാഗം മനുഷ്യരാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു വലിയ പാഠമുണ്ട്. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ
വഫല്ലൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ഒരു വലിയ പ്രസ്താവനയാണ്. മനുഷ്യത്വത്തെ, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കൾ ഈ ലോകത്തുള്ള ഒരു 800 കോടിയെ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണുക. അത് നമ്മൾ മാത്രമല്ലല്ലോ. അതില് സൃഷ്ടികർത്താവായ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, അവൻ ബഹുമാനിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് അവർ കരയിലും കടലിലും അധിവസിക്കുകയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ പ്രപഞ്ച സൃഷ്ടിപ്പിലെ സൃഷ്ടജാലങ്ങളിൽ പലതിനേക്കാളും വലിപ്പപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു മനുഷ്യരെ. അപ്പൊ ആ മനുഷ്യത്വത്തെയാണ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ആ മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പാണ്. രണ്ടാമത് ഇമാം ഗസാലി പറഞ്ഞത് ഹിഫ്ളുൻ നഫ്സാണ്. ജീവൻ നിലനിൽക്കണം. മനുഷ്യരാശി എവിടെയും സ്വീകരിക്കപ്പെടണം, ജീവൻ നിലനിർത്തപ്പെടണം. അപ്പൊ ജീവന് ഹാനികരമാകുന്ന കടന്നാക്രമണങ്ങൾ ഉണ്ടാകരുത്, അക്രമം ഉണ്ടാകരുത്. ഇതെല്ലാം ഒരു സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഒരുപാട് എണ്ണമറ്റ നാട്ടുരാജ്യങ്ങളും മൂപ്പന്മാരുടെയും സമ്മിശ്രമായൊരു ഭൂപ്രദേശം. ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ജോലിയാണ് ഭരണഘടന. ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങളുടെ അതിർത്തികൾ ഒരിക്കലും ചേരൂല. അങ്ങനെ ചേർച്ചയില്ലാതെ നിന്ന ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ, ഇവയെ ഒന്നിപ്പിക്കണം. ഈ മതങ്ങളെ ഒന്നിപ്പിക്കണം, ജാതികളെ ഒന്നിപ്പിക്കണം, മനുഷ്യരെ ഒന്നിപ്പിക്കണം, അവരുടെ സംസ്കാരം ഒന്നിപ്പിക്കണം. അതിന് ദസ്തൂറുൽ ഹിന്ദ് എന്നാണ് അതിന് അറബിയിൽ പറയുക, ഇന്ത്യൻ ഭരണഘടന. അത് രൂപകൽപ്പന ചെയ്യുന്നവരുടെ അപാരമായ അഗാധമായ കഴിവ്, അറിവ്, ദീർഘദർശനം എത്ര തലമുറകളുടെ അപ്പുറത്തേക്ക് പോകണമെന്നറിയോ? ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് മാസങ്ങളെടുത്ത ചർച്ചകളുടെ, ആലോചനകളുടെ, പര്യാലോചനകളിലൂടെ, ആശയവിനിമയത്തിലൂടെ ആശയങ്ങൾ സ്വീകരിച്ച് സംശുദ്ധി ചെയ്ത് രൂപകൽപ്പന നടത്തിയതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെ ഏറ്റവും അമൂല്യമായൊരു സമ്പത്ത് ഭരണഘടനയായിരിക്കണം. അങ്ങനെ വന്നാൽ എന്തു വേണ്ടി വരും? ഓരോ പൗരനും ഭരണഘടന വായിക്കണം, പഠിക്കണം. അത് അവന്റെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായനാമുറിയിലെ 1-ാം സ്ഥാനത്തിരിക്കണം ഇന്ത്യയുടെ ഭരണഘടനയെന്ന്. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. അത് ആരംഭിക്കുന്നത് എങ്ങനെ എന്നതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ നമുക്ക് വേണ്ടി സ്വരൂപിച്ച് അംഗീകരിക്കുന്ന നിയമാവലികൾ എന്ന നിലയിലാണ്. ഈ ജീവന്റെ നിലനിൽപ്പ് പറഞ്ഞപ്പോൾ ഇമാം ഗസാലിയുടെ വീക്ഷണം മൂന്നാമത്, കുടുംബങ്ങൾ ശിഥിലമാകരുത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകരുത്. ഈ കുടുംബങ്ങളിലൂടെ ഉണ്ടാകേണ്ട വരും തലമുറകളും ശിഥിലമാകാതിരിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കണം. എന്തൊരു വലിയ കാഴ്ചപ്പാട്! 5-ാം നൂറ്റാണ്ടിലാണ് ഹാഫിള് ഗസാലി അലൈഹിർ റഹ്മ ഈ വാചകം കുറിക്കുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ പോരാ, നിങ്ങളുടെ വരും തലമുറയാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പറയും നമ്മളുടെ കാലത്ത് ഇപ്പൊ ഇത്രേ ആയുള്ളൂ, നമ്മുടെയൊക്കെ അടുത്ത തലമുറ അവരെങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കും എന്ന് ആശങ്കപ്പെടാത്ത ആളുകൾ കുറവാണ്. വരുന്ന തലമുറയ്ക്ക് ഇവിടെ കാലുഷ്യം നിറഞ്ഞതായിരിക്കും ഈ രാജ്യം എന്നാണല്ലോ ഈ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമാകരുത്, അവരിലൂടെ ഉണ്ടാകേണ്ട
കുടുംബ അടുത്ത തലമുറ, മക്കളുടെ മക്കൾ അവരും ശിഥിലമാകാതിരിക്കുന്നതിന് വേണ്ട ശ്രദ്ധ നൽകണമെന്നാണ്. ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ സമാധാനപൂർവം ഒരു രാജ്യത്തെ ജനം ജീവിക്കാനാണ്. അപ്പൊ ആ ജീവിതത്തിൽ പല ഘടകങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയല്ല, അതിനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഹിഫ്ളുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പാണ്. നബി സ്വാതന്ത്ര്യം നേടിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എന്ന് പറയാം, ബദർ റസൂലുള്ള നൽകുന്ന ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഖുതുബ, അത് വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് അറഫ. അത് നബിയുടെ ഹജ്ജുമാണ്. അന്ന് അള്ളാഹുവിന്റെ റസൂല് 3 കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. ചൂഷണത്തിന്റെ എല്ലാ വഴിയും ആദ്യം നിരോധിച്ചിട്ടാണ്. 5 കാര്യം ആ ചൂഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അവിശ്വാസമാകാം, വിഗ്രഹാരാധനകളാകാം, ബഹുദൈവ വിശ്വാസമാകാം, നേർച്ച, ബലി തുടങ്ങിയ കാര്യങ്ങൾ, ദൈവേതര സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പലിശ, സാമ്പത്തിക ചൂഷണം, അതുപോലെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ മുൻ തലമുറയിൽ ഉണ്ടായതിന് ഇപ്പോഴത്തെ തലമുറയോട് കണക്ക് ചോദിക്കുന്ന രീതികൾ, ഇതെല്ലാം നിരോധിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് 3 കാര്യങ്ങളിൽ ഊന്നുകയാണ് അവസാനം. അത് എത്രത്തോളം പവിത്രമാണെന്ന് ആ സന്നിഹിതരെ കൊണ്ട് ബോധ്യപ്പെടുത്തി ഈ മാസം. അപ്പൊ സഹാബികൾ ദുൽഹജ്ജയാണെന്ന് പറഞ്ഞു. ഈ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ഇതിലും വലിയ പവിത്രത നിറഞ്ഞ മാസമില്ല, ദിവസമില്ല. ഈ സമയം അറഫയാണ്. ഇതുപോലെ പവിത്രമാണ്, അല്ലെങ്കിൽ ഇതിലും എത്രയോ പവിത്രമായിരിക്കണം മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ സ്വത്ത്, മനുഷ്യന്റെ അഭിമാനം. കേരളത്തിലെ ഇങ്ങനെ മനുഷ്യരുടെ ജീവനും അവന്റെ സ്വത്തിനും അഭിമാനത്തിനും അവൻ്റേതാണിത് 3 എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് 1 നൂറ്റാണ്ടല്ല. നമ്മളിപ്പോ വേലായുധൻ പണിക്കശ്ശേരിയോ ഇളംകുളോ ഒക്കെ എഴുതിയ കേരള ചരിത്രം വായിക്കുമ്പോൾ, കെ ദാമോദരനൊക്കെ എഴുതിയത് വായിച്ചാൽ, ഒരു 200 വർഷത്തെ എത്രയോ തലമുറകളുടെ തിക്താനുഭവങ്ങളിലൂടെയാണ് ഈ റോഡിലൂടെ, വഴിയിലൂടെ, ഇടവഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യം നേടിയത് എന്ന് സ്ഥാപിച്ചത് കാണാം. പണിയെടുത്താൽ കൂലി വാങ്ങുന്നത്, ആ കൂലി അവരുടേതായി സ്വരൂപിച്ച് സൂക്ഷിക്കാനുള്ള കഴിവ്, സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം, ഇതിൽ നിന്നെല്ലാം കരമുക്തമാക്കുന്ന കാര്യങ്ങൾ, ആരാധനാലയങ്ങളുടെ സ്വാതന്ത്ര്യം, അങ്ങനെ തുടങ്ങി എത്രയെത്ര കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. കർഷക സമരം ആരംഭിക്കുന്നത് അറിവുമായി ബന്ധപ്പെട്ടാണ്. സ്കൂളിൽ എല്ലാവർക്കും പ്രവേശിക്കാം. ബ്രിട്ടീഷ് നമ്മുടെ നാട് ഭരിച്ചതിൽ കിട്ടിയ ഒരു ഗുണമുണ്ട്, ബാക്കി പല ദോഷങ്ങളുമാണ്. അതുകൊണ്ട് അവരെ വിട്ടത് നമ്മൾ. ഒരു ഗുണം, ഗുരു പറഞ്ഞത് നമുക്ക് ബ്രിട്ടീഷുകാർ സന്യാസം നൽകി, അല്ലെങ്കിൽ താഴജാതിക്ക് സന്യാസം പറ്റൂല. അതൊരു വല്ലാത്ത വാചകമാണ്. ഒരു പുലയ പെൺകുട്ടിയെ സ്കൂളിൽ, അത് സർക്കാർ സ്കൂളിലാണ്, ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ പ്രവേശനമില്ല. അപ്പൊ അയ്യങ്കാളി പോലുള്ള ആളുകൾ അത് ഇടപെട്ടിട്ട് പറഞ്ഞത്, ഈ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാടശേഖരം കൊയ്യില്ല, കൃഷി മുഴുവനും അവരാൽ നിവർത്തിക്കപ്പെടുന്നതാണ്. അവരാണ് പണിക്കാര്, തൊഴിലാളികൾ. ഓരോ വലിയ വലിയ കുടുംബങ്ങൾക്കും 10, 30, 40 കുടുംബങ്ങൾ, ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഈ കുടുംബങ്ങൾ അവരുടേതാണ് പണിക്കാര്. അപ്പൊ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, 1 വർഷം കൊയ്യാറായ പാടങ്ങളൊക്കെ അങ്ങനെ കിടന്നു, വിളവുകൾ മുഴുവൻ പോയി. അവസാനം മുട്ടുമടക്കി അവരുടെ മുൻപിൽ സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഈ അനുഭവിച്ചതിൻ്റെ തലമുറയ്ക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ അമൂല്യത അറിയണമെങ്കിൽ അവരുടെയൊക്കെ കാർന്നവന്മാർ അനുഭവിച്ച പ്രയാസം അവർ കേട്ട് പഠിക്കണം.
അവരിൽ നിന്നത് പഠിക്കണം. ഇപ്പൊ ബദർ ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കൊന്നും ഒരു വിഷയമേ അല്ല. ബദറാണില്ലേ, കൂടിയാൽ നമുക്കൊരു ആഘോഷത്തിനപ്പുറം ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ മുസ്ലിമീങ്ങൾക്ക്? സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കലും അതിന് ഭംഗം വരരുത് എന്ന് ശ്രമിക്കലുമാണ് സ്വാതന്ത്ര്യദിനം. അതിന്റെ പിന്നിൽ അനുഭവിച്ചവരുടെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയാണ്. നമ്മളൊരു ഖുത്ബയിലൊന്നും തീരൂല. ഇപ്പൊ 3 കാര്യം ഞാൻ സൂചിപ്പിച്ചു. 4മതൊരു കാര്യമാണ് ഹിഫ്ളുൻ നസ്ലുണ്ട്. അതിലാണ് തലമുറകൾ. ഖുർആൻ പഠിപ്പിച്ചപ്പോൾ തലമുറകൾ ഇവിടെ ജീവിക്കണം. എന്തുകൊണ്ടാണ് സന്താന നിയന്ത്രണം ഒരു ഉപാധിയുമില്ലാതെ ഇസ്ലാം തടയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന കാരണം അതാണ്. അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് കാലേ കൂട്ടി കാണലാണ്. അനിവാര്യ സാഹചര്യത്തിൽ ഉപാധികളുണ്ട്. അത് അത്തരം സർട്ടിഫിക്കറ്റുകളും ഡോക്ടർമാരുടെ വിധിയും തീരുമാനവും ശാരീരിക സ്ത്രീയുടെ ഫിസിക്കലി തകരാറുകളും ഇതൊക്കെ നോക്കിയിട്ടാണ് ഇനിയൊരു പ്രഗ്നൻസിക്ക് പറ്റും എന്നുറപ്പുണ്ടെങ്കിലേ സമ്മതിക്കൂ, അല്ലെങ്കിൽ അബോർഷന് വിധേയമാക്കും. അത് ഇസ്ലാം അനുവദിക്കുന്നു. സൂറത്തുൻ നൂറിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി അലൈഹി റഹ്മയുടെ തഫ്സീറിൽ ആ വിഷയം സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വരും തലമുറയെ നമ്മൾ കാണണം. ഒരു സന്താനഹത്യ അതുവഴി ഏതാണ്ട് 16 ലക്ഷത്തിലധികം മനുഷ്യാത്മാവുകളെ കൊല്ലുന്നതിന് സമമാണ് ഒരു ഭ്രൂണഹത്യ എന്നാണ് ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രം. ഇതിന്റെ ഗൗരവം അപ്പോഴാണ് മനസ്സിലാവുക. 1, 2, 10,000, 10 ലക്ഷം ഒന്നും അല്ല. ഒരു ഭ്രൂണഹത്യ വഴി അതിന്റെ പിൻതലമുറയിൽ വരാനിരിക്കുന്നത്, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അതിന്റെ നസ്ലിനെ ഉൽപ്പാദിപ്പിച്ചു എന്നാ ഖുർആൻ. അപ്പൊ ഖിയാമത്ത് നാൾ വരെയും ജനിക്കാനിരിക്കുന്ന മനുഷ്യ മക്കളുടെ ഭ്രൂണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹു ചോദിച്ച് കാല അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല, നിങ്ങളുടെയൊക്കെ രക്ഷകൻ ഞാനല്ലേ? എല്ലാവരും പറഞ്ഞു അതെ. നിങ്ങൾക്ക് സാക്ഷിയും തെളിവും ഈ പറഞ്ഞതിന്. മനുഷ്യരെ കൊണ്ടാണ് അത് അംഗീകരിപ്പിച്ചത്. അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ഹിഫ്ളുൽ മാലാണ്. അവനവന്റെ അധ്വാനത്തിന്റെ ഫലം ആക്രമിക്കപ്പെടാതെയും കവർച്ച ചെയ്യപ്പെടാതെയും വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കുന്ന എല്ലാ സുരക്ഷാ വലയവും. ഇന്ന് നമ്മുടെ അറിവ് കൂടിയപ്പോൾ എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ സമ്പാദ്യം നമ്മുടേതാക്കാം, അത് വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും വിരൽത്തലപ്പിന്റെ തുമ്പത്ത് ലോക അറിവുകൾ സമ്മേളിച്ചു. ടെക്നോളജികൾ മുഴുവനും വിരൽത്തലപ്പിന്റെ അഗ്രഭാഗത്താണ്. ഇത്രയും മനസ്സിലായാൽ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂറത്തുൽ ഖിയാമ, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഒരു ഖുർആന്റെ ഒരു പ്രസ്താവനയാണ്. അള്ളാഹു കഴിവുറ്റവനാണ്. നിങ്ങളുടെ വിരൽ തലപ്പുകളെ, ഇപ്പൊ 800 കോടി ഉണ്ടെങ്കിൽ 800 കോടി വൈവിധ്യത്തിലാണ് വിരലിന്റെ അഗ്രഭാഗത്തെ സൃഷ്ടിച്ച് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതമുണ്ടോ? അപ്പൊ ആ വിരൽ തലപ്പുകൾ ഉപയോഗിച്ച് കൃത്രിമം കാണിച്ച് മറ്റുള്ളവരുടെ സമ്പാദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താം. നമ്മുടെ ഇന്ത്യയിലും ഒക്കെ സുപ്രീം കോടതി ജഡ്ജി മുതൽ താഴോട്ട് നിയമപാലകർ, വിധികർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ജോലിക്കാർ, ഇവരുടെയൊക്കെ സമ്പത്ത് 60 ലക്ഷം, 1 കോടി, 15 ലക്ഷം, 11 ലക്ഷം വീതമൊക്കെ ഇങ്ങനെ തട്ടിയെടുത്തത്. അവരും നിന്ന് നിലവിളിക്കുകയാണ്. സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നേരെ വന്ന്
ഒരു ഓടിളക്കിയിട്ട് ഇറങ്ങി വന്ന് ഏതെങ്കിലും ചട്ടിക്കല എടുത്തുകൊണ്ട് പോകുന്ന കളവല്ല ഇപ്പൊ ഈ പറഞ്ഞത്. നമ്മുടെ ജീവിതം മുഴുവനും അങ്ങനെ തന്നെ അടിച്ചു മാറ്റുകയാണ്. അതിനൊരു സുരക്ഷ ഉണ്ടാകണം. അതാണ് ഭരണകൂടം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. ഈ 5 കാര്യങ്ങൾ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹാഫിള് ഗസാലി അലൈഹി റഹ്മയുടെ ദീർഘദർശനാണ്. ഇത് ഇദ്ദേഹം പിന്നീട് അന്ന് മുതൽ ഇസ്ലാമിക പണ്ഡിതരൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഒരാൾ മാത്രമൊന്നും അല്ല ഇത്. ഇപ്പൊ ഇങ്ങേയറ്റത്ത് ഏറ്റവും കൂടുതൽ ലോകം അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു യൂസുഫുൽ കർലാവി മർഹൂം. അദ്ദേഹം നിരീക്ഷിച്ചതും അങ്ങനെയാണ്. ഒരു രാഷ്ട്രത്തെ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യുക എന്ന് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിലാണ് കർലാവി അത് വിവരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഈ 5 കാര്യങ്ങളും: 1 മതസംരക്ഷണം അല്ലെങ്കിൽ ആദർശ സംരക്ഷണം, 2 ജീവന്റെ സംരക്ഷണം, 3 ചിന്ത വീക്ഷണം, അതിൻ്റെ സംരക്ഷണം. ഒരാളുടെ ചിന്തയല്ല വേറൊരാൾക്ക്, ഒരാളുടെ വീക്ഷണമല്ല വേറൊരാൾക്ക്. അപ്പൊ ഓരോരുത്തർ ഈ ഭക്ത ഉജയല എഴുതിയ വീക്ഷണമല്ലോ 6-ാം തിരുമുറിവ് എഴുതിയ വീക്ഷണം. അങ്ങനെ വ്യത്യാസമില്ലേ? നബിയെ സംബന്ധിച്ച് പൊൻകുന്നം എഴുതിയ മഹാകാവ്യത്തിന്റെ പ്രമേയമല്ലല്ലോ പുത്തൻകാവ് മാത്തൻതരകൻ എഴുതിയപ്പോൾ വിശ്വദീപത്തിൽ പ്രതിഫലിച്ചത്. ഓരോ വീക്ഷണമാണ്. ഈ വീക്ഷണ വ്യത്യാസങ്ങൾ ആദരിക്കപ്പെടണമെന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. അതാണ് സ്വാതന്ത്ര്യം. അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. തസ്ലീമ നസ്രിന് ഇവിടെ ജീവിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും, എല്ലാവരുടെയും പേര് പറയല്ല, ഏത് വീക്ഷണഗതിയിൽ എഴുതുന്നവരും ചിന്താഗതിയും പത്രപ്രവർത്തനം അതിൽപ്പെടുന്നതാണ്, എഴുത്തുകളൊക്കെ അതിൽപ്പെടുന്നതാണ്. ഇത് സംരക്ഷിക്കപ്പെടണമെന്നാണ്. അതുപോലെയാണ് കുടുംബം, ഭാവി തലമുറ. 5 ഹിഫ്ളുൽ മാൽ, നമ്മുടെ സമ്പത്ത് സൂക്ഷിക്കപ്പെടൽ. ഇത്രയും കാര്യങ്ങളുടെ ഉറപ്പ് നൽകുന്നതാണ് ഭരണഘടനയുടെ 14. ഒരു ഉദാഹരണം: 14 ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും തുല്യത. 15-ഉം 19-ഉം പദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമില്ല. ഭരണഘടന ഇനി പഠിക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 15 മുതൽ 19 വരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം പാടില്ല. ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ ഘടനയാണ് ഞാൻ ഈ പറയുന്നത്. മറ്റിടത്ത് യാതൊരുവിധ വ്യത്യാസവും ഇല്ല, തുല്യതയാണ് എല്ലാ മനുഷ്യരുടെ ഇടയിൽ. 19 വീട് വയ്ക്കാം, അവിടെ താമസിക്കാം, ആരും വന്ന് പൊളിച്ചു കളയാൻ പാടില്ല. പിന്നെ കളയണമെങ്കിൽ നമ്മൾ നിയമനിർമ്മാണം നടത്തണം. നൂറ്റാണ്ടുകളായി വനത്തിൽ ജീവിക്കുന്ന ആദിവാസികൾ കുറ്റക്കാരായതെങ്ങനെ അറസ്റ്റ് ചെയ്യണ്ടേ അവരെ? അതിന് കേരളം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഭൂമിയാണ്, അതിക്രമിച്ച് കയറി താമസിക്കുകയാണ്, നിയമം കൊണ്ടുവന്നു. അപ്പൊ അവരെല്ലാം, ആദിവാസികളെല്ലാം കുറ്റക്കാരായി, എല്ലാവരെയും അവിടെ നടക്കാമല്ലോ. പിന്നെ ഇപ്പൊ ആസാമിൽ നടന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ചേർത്ത് ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീട് വയ്ക്കാം, താമസിക്കാം, അതിനുള്ള അവകാശമുണ്ട്. സംരക്ഷിതമായിരിക്കണം അവർ. 21 നിയമം അനുശാസിക്കുന്ന മാർഗത്തിലല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. ഭരണഘടന തുടർച്ചയായിട്ട് പറയുന്ന ആർട്ടിക്കിളാണിത്. 21 വിശ്വാസവും ആചാരവും സുരക്ഷിതമായിരിക്കണം. ഏത് വിശ്വാസവും ആചാരവും അതിൽ മാനിക്കേണ്ടതെല്ലാം മാനിക്കണം. അപ്പൊ ആലയത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ ഒച്ചപ്പാടുണ്ടാകരുത്, ആദരിക്കണം അത്. അതുകൊണ്ട് ഒരു ബാങ്ക് കേൾക്കുമ്പോൾ പ്രാസംഗികൻ ഇടതുപക്ഷത്തിന്റെ ആളായിരിക്കും, എന്നാലും ബാങ്ക് നിർത്തും. കാരണം അവർക്ക് ഇവിടെ പള്ളിയിൽ വരാൻ വേണ്ടിയല്ല. അങ്ങനെ പല രീതിയിലും കാണാം നിങ്ങൾക്ക്. 32 കോടതിയെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തകർച്ച വന്നാൽ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാം. അതിനുള്ള അവകാശം പോലും നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇല്ല. ഇതൊക്കെയാണ് ഈ ദിവസം നാം ഓർക്കേണ്ട അതിപ്രധാനപ്പെട്ട പിന്നോട്ടുള്ള, നമ്മൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ പിന്നിൽ ഒഴുക്കിയ രക്തങ്ങൾ, സഹിച്ച സഹനതകൾ, അനുഭവിച്ച ജയിൽവാസങ്ങൾ, അതുപോലെ തന്നെ സ്വന്തം ഉണ്ടായിത്തീർന്ന അക്രമങ്ങൾക്ക് വിധേയമായത്, സമ്പത്ത് നഷ്ടപ്പെട്ടത്, കുടുംബം നഷ്ടപ്പെട്ടത്, ജീവൻ നഷ്ടപ്പെട്ടത്, ഇതൊക്കെ നാം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യാവസാനം ഒന്ന് വായിച്ചാൽ അടുത്ത ഓഗസ്റ്റ് 15 വരെയും നമ്മൾ ഉണ്ടാകണം, ഇന്ത്യ ഉണ്ടാകണം എന്ന് ചിന്തിക്കും.
ആ ഒരു ചിന്ത, ഈ അറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.